ഓവനൊന്നുമില്ലാതെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പലഹാരങ്ങൾ വീട്ടിൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ദിൽകുഷാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ബണ്ണിനൊരല്പം കൂടി മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാന്യൂൾസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഗ്രാന്യൂൾസ് ആണ് ചേർക്കുന്നതെങ്കിൽ നേരത്തെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഇത് ചൂടായിട്ടുള്ള പാലോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമോ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചൂടായിട്ടുള്ളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈസ്റ്റ് നല്ല ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എക്സ്പയറി ഡേറ്റിനോടൊക്കെ അടുപ്പിച്ചിരിക്കുന്ന ഈസ്റ്റ് ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതാ പാല് കുറച്ചായി ചേർത്ത് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് പകരം ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് വീണ്ടും നമുക്കിതൊരു 2 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുക്കാം. ഈ ഒരു നീഡിങ് നമ്മളുടെ ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ അതാ 2 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടൊന്നും കൂടെ സോഫ്റ്റായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഈ ഒരു രീതിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇതൊന്ന് ടക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് വേണ്ടത്. പുറമേ നമുക്കൊരു 1/2 ടീസ്പൂണോളം എണ്ണയൊന്നാക്കി കൊടുക്കാം. പുറമേ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എണ്ണയാക്കി കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇത് ഡബിൾ സൈസ് ആവുന്നത് വരെയാണ് റെസ്റ്റ് ചെയ്യേണ്ടത്. ഏകദേശം 1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഇത് ഡബിൾ സൈസ് ആകും. ഇനി ഇതിനായിട്ടുള്ള തേങ്ങാക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിന് പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തേങ്ങ മാത്രം ഉപയോഗിച്ച് ഈ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ കൂട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ഏകദേശം 1.5 മണിക്കൂറായിട്ടുണ്ട്. കൂട്ട് നമുക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഒന്നും കൂടെ നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നീഡ് ചെയ്തെടുത്തതിന് ശേഷം ഇത് രണ്ടായിട്ടൊന്ന് ഭാഗിച്ചെടുക്കാം. ഈക്വലായിട്ടല്ല ഭാഗിച്ചെടുക്കുന്നത്. ഒരു ഭാഗം കുറച്ച് കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കൂട്ടത്തിലുള്ള ചെറിയ ഉരുളയാണ് ആദ്യം പരത്തിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ ബോർഡിലേക്ക് കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് കനം കുറക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കനത്തിന് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ലപോലെ എണ്ണ തടവി എടുത്തതിന് ശേഷം ഈ പരത്തി വെച്ചത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഉരുളിയും ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. അതൊരല്പം വലിയ രീതിക്ക് വേണം പരത്തിയെടുക്കാൻ. കനം ഏകദേശം സെയിം ആയിട്ടാണ് വേണം. ഇനി ആദ്യം പരത്തിയെടുത്തതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് മുഴുവനായിട്ട് തന്നെ വെച്ച് കൊടുത്തോളൂ. അരികുകൾ വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അരികിലോട്ട് വെച്ച് കൊടുത്താൽ നമുക്കിത് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് സൈഡ് ഒരല്പം വിട്ടിട്ട് വേണം ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ ഒരു അരികിലായിട്ട് കുറച്ച് വെള്ളം ഒന്നാക്കി കൊടുക്കുക. നമ്മളിതിൻ്റെ മുകളിലേക്ക് അടുത്തത് വയ്ക്കുമ്പോൾ ഈസി ആയിട്ട് അത് പറ്റിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടി സഹായിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ചിരിക്കുന്നതും കൂടെ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് രണ്ടാമത്തെ ഉരുള ഒരല്പം വലിയത് എടുക്കാനും അതുപോലെ തന്നെ ആ ഒരു വലിയ രീതിക്ക് നമ്മൾ പരത്തിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെള്ളമാക്കിയത് കൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് പറ്റിപ്പിടിച്ച് നിന്നോളും. ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു 30 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് വീണ്ടും ഒന്ന് പൊങ്ങി വരും. അപ്പോൾ ഇപ്പം 30 മിനിറ്റ് ആയിട്ടുണ്ട്. കൂട്ട് നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് എഗ് വാഷാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മുട്ട ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം പാലിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് വേണമെങ്കിലും ബ്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ നടുവിലേക്കായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫോക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഓവൻ സെറ്റപ്പ് ഇവിടെ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു.
ഒരല്പം വലിയ അലുമിനിയം പാത്രത്തിൽ ഉപ്പും ഒരു ചെറിയ സ്റ്റാൻഡും വെച്ച് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ പ്രീഹീറ്റ് ചെയ്തിരുന്നു. ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 35 മുതൽ 40 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഈ ഒരു പാത്രത്തിൻ്റെ മൂടി ഒരു ക്ലിപ്പും കൂടെ ഉപയോഗിച്ച് നന്നായിട്ട് സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. എയർ ഒട്ടും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി സഹായിക്കും. ഇപ്പോൾ ഏകദേശം 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. പുറമേ നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് പുറമേ എടുത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ബട്ടറും കൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഗ്ലേസിങ് കിട്ടാനും അതുപോലെ തന്നെ നമ്മളുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും സഹായിക്കും. ഇതുപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ലൊരു തുണി ഉപയോഗിച്ചൊന്ന് കവർ ചെയ്ത് വെക്കുക. ബണ്ണ് ഒട്ടും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ചൂട് മാറുമ്പോഴേക്കും നമ്മളുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നോക്കൂ, 2 ഭാഗവും ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ഇഷ്ടാനുസരണം കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നമ്മളുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന്. ദിൽഖുഷിൻ്റെ രുചി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു പലഹാരമാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ടും പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബണ്ണും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.